ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു വളരെ പ്രത്യേകതയേറിയൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ സന്തോഷവും ടാറ്റ ബൈ ബൈ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതെ ഗൈസ്, നമ്മൾ ആഫ്റ്റർ 1 ഇയർ നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് പോവുകയാണ്. കുറച്ച് പച്ചപ്പ് മനോഹാരിതയൊക്കെ കാണണ്ടേ. ഓൾറെഡി ബോട്ട് കുറച്ച് ലേറ്റ് ആയിരുന്നു. സോ നമ്മൾ ഓൾറെഡി എല്ലാം റെഡി ആയിട്ടിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പെട്ടി പ്രമാണങ്ങളെടുത്ത് നമ്മൾ നേരെ ഹാർബറിലോട്ട് പോയി. അവിടെ ചെന്ന ഐലൻഡിലുള്ള ഇപ്പം നിലവിൽ നിന്നിരുന്ന സാർമാരോടും ടീച്ചേഴ്സിനോടും എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ ബോട്ടിൽ കയറി കേട്ടോ. ഒട്ടും ഡിലേ ആക്കിയില്ല. അപ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഇന്ന് ക്ലൈമറ്റ് എല്ലാം ഓക്കെ ആയിരുന്നു. ട്രാവലിങ്ങിനും യാതൊരു പ്രശ്നങ്ങളും വന്നില്ല. ആകെ ഈ ബോട്ടിലുണ്ടായിരുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും സുണ്ടാപ്പിയും അതുപോലെ വേറൊരു ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറേ ഐലൻഡുകൾ താണ്ടി കഴിഞ്ഞപ്പോഴാണ് കുറേ ആൾക്കാരൊക്കെ കയറിയത്. അപ്പോൾ മാൽദീവ്സിൽ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഫസ്റ്റ് ടൈമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു കേട്ടോ. അതിലൊന്നാണ് ഈ ഈവനിങ് ട്രാവലിങ് കേട്ടോ, അത് മാലയിലോട്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് ഞാൻ കരുതിയ ഡോൾഫിനെ വരെ ഞാൻ ഈ ഒരു ഈവനിങ് ട്രാവലിങ്ങിൽ ഞാൻ കണ്ടു കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാം കണ്ട് ഹാപ്പി ആയിട്ട് ഞങ്ങൾ നേരെ മാലയിൽ റൂമിലെത്തി. പെട്ടെന്ന് തന്നെ നമുക്ക് റൂമിൽ ചെന്നിട്ട് ഫ്രഷൊക്കെ ആയി നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് നേരെ പോകുമായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ ഓക്കെ, അപ്പോൾ ഏർലി മോർണിംഗ് ആയപ്പോഴത്തേക്കും ഏകദേശം ഒരു 6 മണി ആയപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നേരെ നമ്മളൊരു ടാക്സി പിടിച്ച് നമ്മൾ എയർപോർട്ടിലെത്തി കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കയ്യിൽ കിട്ടി. അത് കിട്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നാട്ടിൽ പോകുമ്പോൾ മെയിനായിട്ട് മേടിക്കുന്നത് കുപ്പിയാണല്ലോ, അതില്ലാതെ എന്തോന്ന് പരിപാടിയല്ലേ. ഇതവിടുത്തെ നമ്മുടെ വെക്കേഷന് കുറച്ചും കൂടെ സ്പെഷ്യാലിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് തപ്പാനൊക്കെ ആയിട്ട് പോയി കുപ്പിയൊക്കെ. എന്നിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് അതിൻ്റേതായ രീതിക്കുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ എയർപോർട്ടിൽ. ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ഇനി അറിയാത്തവർക്കായിട്ടാണ് പറഞ്ഞാലും തെറ്റിപ്പോയല്ലോ. അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഒരുപാട് സംഭവങ്ങളുണ്ട്. ചോക്ലേറ്റ്സ് ഉണ്ട്, പെർഫ്യൂം ഉണ്ട്, അങ്ങനെ. അപ്പം ഇതിനിടയ്ക്ക് ഒരു സംഭവം നടന്നു. ദേ പോണു, ധാരാളം മനസ്സിലായോ? എൻ്റെ മകളാണ് സുണ്ടാപ്പി. ദേ വേറെ ഏതോ ഒരു രാജ്യക്കാരനുമായിട്ട് ദേ പോകുന്നു കയ്യൊക്കെ കോർത്ത്. അവനാണെങ്കിൽ അവളെ വിടുന്നുമില്ല, അവളാണെങ്കിൽ നൂറലോട്ടം. അതായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ കഴിഞ്ഞ് എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലോട്ട് എൻട്രി ചെയ്യുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം മാൽദീവ്സിൽ നിന്ന് അങ്ങ് പോവുകയാണ് ഗൈസ്. ഒന്നും പറയാനില്ല എനിക്ക്. പെട്ടെന്ന് നമ്മൾ ആകാശത്തെത്തി താഴത്തേക്ക് നോക്കിയാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺട്രിയാണ് നമുക്ക് മാൽദീവ്സ് എന്ന് പറയുക. കാണാൻ അതിലേറെ മനോഹരം, ഒന്നും പറയാനില്ല. നല്ല ഭംഗിയാണ്. പക്ഷെ ഫസ്റ്റ് ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് കേട്ടോ ഞാൻ പറയാം. നമ്മൾ ആകാശത്ത് നിന്ന് നോക്കുന്ന ഒരു വ്യൂ, അത് ഒന്നും പറയാനില്ല. അത് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ കേട്ടോ. അതിനിടയ്ക്ക് ഫ്ലൈറ്റിനുള്ളിൽ നിന്ന് നമ്മുടെ സുണ്ടാപ്പിക്ക് ചെറിയൊരു ഗിഫ്റ്റും സംഭവങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ശേഷം ചെറുതായിട്ട് ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്കും നമ്മളിത് നമ്മുടെ പച്ചപ്പ് മനോഹാരിത കൊച്ചി എയർപോർട്ടിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് നമ്മൾ പുതിയൊരു വർഷം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ നാട്ടിലെത്തി കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റൊക്കെ ഇറങ്ങി നമ്മൾ നേരെ കൊച്ചി എയർപോർട്ടിലേക്ക് കയറി. നമ്മളെ ചെക്കിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ന്യൂ ഇയറിനെ പ്രമാണിച്ച് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ നമ്മുടെ നേരെ കാറിലോട്ടാണ് പോയത്. അപ്പോൾ നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ചേട്ടനായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതാ നമ്മുടെ വീട്ടിലെത്തി ഗൈസ്. ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ, സീ യു.